ഹൈടെക് കൂൺ ഫാമിൽ വിളവെടുപ്പ് നടത്തി. വള്ളികുന്നം കർഷക ജ്യോതി അഗ്രോ പ്രൊഡ്യൂസർ കമ്പനിയിലാണ് വിളവെടുപ്പ് നടത്തിയത്. സംസ്ഥാന കൃഷി വകുപ്പിന്റെ കൂൺഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വള്ളികുന്നം കർഷക ജ്യോതി അഗ്രോ പ്രൊഡ്യൂസർ കമ്പനിക്ക് അനുവദിച്ച ഹൈടെക് മഷ്റൂം ഫാമിലെ വിളവെടുപ്പാണ് നടത്തിയത്. മുൻ കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ആളുകൾക്കല്ല ഇത് കൂടുതൽ ഉപയോഗിക്കുന്ന തരത്തിലേക്കും ആളുകൾ എത്തുന്നുണ്ട്. ചൈനയാണ് ഇപ്പോൾ ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ കൂൺ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി നിൽക്കുന്നത്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ്ട് 90% കൂൺ ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയിലാണ്. ചൈന ഏതാണ്ട് ഒരു 3 കോടിക്കടുത്തേക്ക് 3 കോടി ടൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവരൊരു 70കളിൽ അവർ കേവലം ഒരു 60,000 ടണ്ണിൽ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്നവരാണ് എന്ന കണക്കുകൂടി നമ്മൾ ഓർക്കണം. ഇന്ന് കോടിക്കണക്കായ ആളുകൾ ഈ കൃഷിയിൽ ബന്ധപ്പെട്ട് നിന്ന് വരുമാനം ഉണ്ടാക്കുന്നതിനും ലോകത്തിന് മുമ്പിൽ അവരാണ് മാതൃക. പലയിടങ്ങളിലേക്കും അവിടെ നിന്നാണ് കയറ്റി അയക്കുകയും മറ്റും ചെയ്യുന്നത്. എന്തുകൊണ്ടിത് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളതായി മാറുമെന്ന് ചോദിച്ചാൽ അത്രമേൽ ഗുണമുള്ള ഒന്നാണ്. നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രമുഖ ക്ലാസ് എടുക്കാനൊക്കെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇവിടെയുണ്ട്. അവരത് പറയും, ഇതിൻ്റെ ശാസ്ത്രീയമായി പറയാൻ അവർക്ക് ഏറ്റവും കൂടുതൽ കഴിയും. പക്ഷെ നമുക്ക് വേറെ ഹരിതകമില്ലാത്ത ഒന്നാണ്. ഒരു സസ്യം പോലെ, സാധാരണ സസ്യങ്ങൾ പോലെ ഉള്ള ഒന്നല്ല ഈ മഷ്റൂം അല്ലെങ്കിൽ കൂൺ എന്ന് പറഞ്ഞാൽ. അതിനകത്തേക്ക് കയറിയിട്ടുള്ളവർക്ക് അറിയാൻ അല്ലെങ്കിൽ കാണുന്നതല്ല. കർഷക ജ്യോതി അഗ്രോ പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ കെ ജയമോഹൻ അധ്യക്ഷത വഹിച്ചു. 10 വർഷങ്ങൾക്ക് മുമ്പ് റബ്ബർ ബോർഡിന്റെ നിയന്ത്രണത്തിൽ ആരംഭിച്ച ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയാണ്. ആദ്യഘട്ടങ്ങളിൽ അതിൻ്റെതായ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് പ്രവർത്തിച്ചു. ഇനിയോ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞത് അന്ന് റബ്ബർ ബോർഡിൻ്റെതായി സ്ഥാപിച്ച എഫ്പിഒകളിൽ ആകെ ഒരെണ്ണം മാത്രമാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ജില്ലയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന, ഏറ്റവും കൂടുതൽ ടേൺ ഓവറുള്ള കമ്പനികളിൽ 4-5 കമ്പനികളിലൊന്നും നമ്മുടേതാണ്. കഴിഞ്ഞ വർഷം 2025-26 സാമ്പത്തിക വർഷം 1.25 കോടി രൂപയുടെ ടേൺ ഓവറാണ് നമുക്ക് ഈ കമ്പനിക്ക് ഉണ്ടായത്. 1.25 കോടി രൂപയുടെ ടേൺ ഓവർ ഉള്ളപ്പോഴും നമ്മൾ വേണ്ട തരത്തിലുള്ള ലാഭത്തിലല്ല പോകുന്നതെന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുകയാണ്. മഷ്റൂമിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണന ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അനു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിതയ്ക്ക് നൽകി നിർവഹിച്ചു. അടൂർ റൂറൽ ഡെവലപ്മെന്റ് കമ്പനി സിഇഒ അടൂർ സേതു മുഖ്യപ്രഭാഷണം നടത്തി. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡി രോഹിണി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ മധു, കായംകുളം CPCRIയിലെ സബ്ജക്ട് സ്പെഷ്യലിസ്റ്റ് രാജീവ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൻസൂർ, ഷീന ശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം.